നിറം പോലെ തരം പോലെ ഓന്ത് നിറം മാറുന്നത് പോലെ മാറുന്നവന്റെ പേരാണ് ഇഞ്ചി ഷാജി. ഇങ്ങോട്ടോ ഇസ്ലാം പഠിപ്പിക്കാൻ വരിക, മുസ്ലിങ്ങളെ പഠിപ്പിക്കാൻ വരിക. കുന്നംകുളത്തെ ഉസ്താദിന് ദേഷ്യം പിടിക്കണ്ട. നിങ്ങളെ ദേഷ്യം, നിങ്ങളെ പ്രപ്പോസൽ ആരോ പറ്റൂല എന്ന് പറഞ്ഞ് നാലാമത്തെയോ മൂന്നാമത്തെ ആളായിട്ട് വീട്ടിൽ വരാൻ താല്പര്യമില്ല എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ദേഷ്യം അവരോട് വ്യക്തിപരമായി തീർക്ക്. കുന്നംകുളത്തെ മൗലവി ഷാജി തീരുമാനിച്ചാൽ ആ തല കെട്ടുണ്ടല്ലോ, അത് മുഖത്തും കൂടെ ഇട്ടിട്ട് നടക്കേണ്ടി വരും മാത്രമാണ് ഞാൻ പറയണത്. എന്നിട്ട് ഇവര് കുറച്ച് ആൾക്കാർ വലിയ ശുചായികള്, ആകാശത്ത് നേരെ ഇറങ്ങിയ മഹോ സാധനങ്ങള്. ആ യോഗ്യത തീരുമാനിക്കേണ്ടത് ഞങ്ങളാണ്, അല്ലാതെ പിണറായി വിജയനോ വേറെ ചില മുല്ലമാരോ അല്ലെന്ന് അവർ മനസ്സിലാക്കി വെക്കുന്നത് അവർക്ക് നല്ലതാണ്. മുണ്ട് പൊന്തിച്ചോക്ക്. അപ്പറഞ്ഞതും പോയത്താ ഏതോ ക്വാളിറ്റിക്കാർ എഴുതി തന്നത് വായിക്കുമ്പോ ex-MLA ആണെങ്കിലൊക്കെ ഒന്ന് ചിന്തിക്കണോ, ലേശം കോമൺ സെൻസ് ഒക്കെ ഒന്ന് കാണിക്കണം. ഈ പണി ഇനിയും കിട്ടാനൊക്കെ സാധ്യത ഉണ്ടല്ലോ, ആ പണി എടുത്താൽ മതി. ഈ പണി എടുക്കാൻ ഇവിടെ ഞങ്ങളുണ്ട്. എന്നിട്ട് അത് മുണ്ടാൻ പാടില്ല. മുണ്ടിയാ പിന്നെ കമ്മ്യൂണിസ്റ്റ്. നിങ്ങളുടെ താൽക്കാലിക രാഷ്ട്രീയ താല്പര്യത്തിന് വേണ്ടി നിങ്ങൾ കമ്മ്യൂണിസ്റ്റ് ചാപ്പ കുത്തിക്കോ, ഞങ്ങൾക്കൊരു പ്രശ്നവുമില്ല. പക്ഷെ അത് അനുവദിച്ചു തരുന്ന പ്രശ്നമില്ല എന്ന് നിങ്ങൾ മനസ്സിലാക്കുന്നത് നല്ലതാണ്. ഇത് ഞാനൊരു ആഫീസ് കയറി വോട്ട് ചോദിച്ചപ്പോ എന്നോട് പറയണം, കോഴിക്കോട് പോയി ഉസ്താദിനോട് ചോദിക്കണം. ഞാൻ പറഞ്ഞു, ഞാനതിന് സ്വർഗത്തിലേക്കും നരകത്തിലേക്കുള്ള തെരഞ്ഞെടുപ്പിലല്ല മത്സരിക്കുന്നത്, ഉസ്താദിനോട് ചോദിക്കും. നിയമസഭയിലേക്കാണ്. എന്റെ മണ്ഡലത്തിലെ ഏത് കൊള്ളരുതാത്തവന്റെ അടുത്ത് പോകും, വലിയ കൊള്ളുന്നതിന്റെ അടുത്ത് പോകും. അതിനപ്പുറത്ത് പോയിട്ട് അനുഗ്രഹം വാങ്ങി വരാൻ ഞാൻ നിങ്ങളെപ്പോലുള്ള ഭ്രാന്തന്മാരുടെ കൂട്ടത്തിലല്ല എന്ന് പറഞ്ഞിട്ട് ഇറങ്ങി പോകുന്നത്. RSSകാരും BJPക്കാരും മറ്റു പല ആളുകളും മുസ്ലിം ശത്രുക്കളാണ് എന്ന് പറയാറുണ്ട്. എന്നാൽ ഇസ്ലാമിലെ പണ്ഡിതന്മാരുടെയും സൂഫിയാക്കളുടെയും ഔലിയാക്കളുടെയും ശത്രുക്കൾ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് മാത്രമേ ഈ കേരളത്തിൽ പ്രവർത്തിക്കുന്നു. കളിക്കുന്നവന്റെ ട്രൗസർ അഴിച്ചിട്ട് ഞങ്ങളെ വർത്താനം ഏർപ്പാട് നിർത്തുള്ളൂ. എന്തൊരു ഊളകളാണ് ഇവനെ പോലത്തെ ഊളകൾ. നരമ്പ് രോഗിയായ ഒരു കടൽക്കടവിന് പിന്നെ പ്രശ്നം, മാനസിക രോഗി അല്ലെങ്കിൽ നരമ്പ് രോഗി. വേറെ വാപ്പമാർക്ക് എനിക്ക് ജനിച്ചു വരേണ്ടി വരുമെന്നേ ഞാൻ പറയുന്നുള്ളൂ. പരിശുദ്ധ ഖുർആനിന്റെ ഒരു വചനമാണത്, സൂറത്തുൽ ബഖറയിലുള്ളതാണ്. വഖൂലു ലിന്നാസി ഹുസ്ന, നിങ്ങൾ നന്മയുടെ കാര്യങ്ങൾ പറയുക എന്നുള്ളതാണ്. പരിശുദ്ധ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തന്നെയാണ് പറഞ്ഞത്. പാടുണ്ട്, അതിൽ നിന്ന് പുറത്തു വന്നതേ ഞങ്ങളിപ്പോ പറഞ്ഞിട്ടുള്ളൂ. ഇനി വേണമെങ്കിൽ നമുക്ക് ആവശ്യാനുസരണം നൽകാം. എനിക്ക് പറയാനുള്ളത്, അനാവശ്യമായി കൂടുതൽ സമൂഹ മധ്യത്തിൽ വഷളാവാതിരിക്കലാണ് നല്ലത്. ഞങ്ങൾ ജനങ്ങൾക്ക് മനസ്സിലാകാൻ കഴിയുന്ന വിധത്തിൽ മനസ്സിലാക്കാൻ പറ്റുന്ന വിഷയങ്ങൾ കൃത്യമായി ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഇതിന് എൻ്റെ അടുത്ത് വന്നിട്ട് എന്നെ പറ്റി കുറെ ബുഹ്താൻ യഫ്തരീന ഹുബൈന ഇദീഹിന്ന വർജുലിഹിന്ന എന്ന് പറഞ്ഞ പോലെ കെട്ടിയുണ്ടാക്കിയത് കൊണ്ട് ഞാനിത് നിർത്തുന്നതെന്ന് നിങ്ങളാരും വിചാരിക്കണ്ട. അത് വേറെ, ഇത് അള്ളാന്റെ റസൂലിനെ തൊട്ടുള്ള ദിഫാ ആണ്. അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന് വേണ്ടിയുള്ള ദിഫാ ആണ്. അതിനു വേണ്ടി ഇഞ്ചിഞ്ചായി മരിക്കാനും തയ്യാറുള്ളവരാണ് ഇവിടെയുള്ള ബഹുഭൂരിപക്ഷം പണ്ഡിതന്മാരെന്ന് മനസ്സിലാക്കുന്നത് നല്ലതാണ്. കുന്നംകുളത്തെ ഉസ്താദിന് ദേഷ്യം പിടിക്കണ്ട. നിങ്ങളെ ദേഷ്യം, നിങ്ങളെ പ്രപ്പോസൽ ആരോ പറ്റൂല എന്ന് പറഞ്ഞ് നാലാമത്തെയോ മൂന്നാമത്തെ ആളായിട്ട് വീട്ടിൽ വരാൻ താല്പര്യമില്ല എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ദേഷ്യം അവരോട് വ്യക്തിപരമായി തീർക്ക്. കുന്നംകുളത്തെ മൗലവി ഷാജി തീരുമാനിച്ചാൽ ആ തല കെട്ടുണ്ടല്ലോ, അത് മുഖത്തും കൂടെ ഇട്ടിട്ട് നടക്കേണ്ടി വരും മാത്രമാണ് ഞാൻ പറയണത്. എന്നിട്ട് ഇവര് കുറച്ച് ആൾക്കാർ വലിയ ശുചായികള്, ആകാശത്ത് നേരെ ഇറങ്ങിയ മഹോ സാധനങ്ങള്. ആ യോഗ്യത തീരുമാനിക്കേണ്ടത് ഞങ്ങളാണ്, അല്ലാതെ പിണറായി വിജയനോ വേറെ ചില മുല്ലമാരോ അല്ലെന്ന് അവർ മനസ്സിലാക്കി വെക്കുന്നത് അവർക്ക് നല്ലതാണ്. മുണ്ട് പൊന്തിച്ചോക്ക്.